വെൽക്കം ബാക്ക് ടു മനോരമ ഹൊറൈസൺ. നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്ററിലോട്ട് കയറുക. ദ ബയോളജി ഓഫ് മൂവ്മെന്റ്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? എക്സ്ക്രീഷനെ കുറിച്ച് പഠിച്ചു അല്ലെ? എക്സ്ക്രീഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് പഠിച്ചു. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ അതിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ട് നമ്മുടെ മൂവ്മെന്റ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ മൂവ്മെന്റിന് ഉൾപ്പെട്ടിരിക്കുന്ന ബയോളജിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ചിന്തയിലോട്ട് വരുന്നത് എന്താണ്? എന്താ മൂവ്മെന്റ്? നമ്മൾ നടക്കുന്നത്, നമ്മുടെ കൈ അനങ്ങുന്നത്, നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് അല്ലെ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയല്ലേ നമ്മൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലോട്ട് വരുന്നത് മൂവ്മെന്റ് എന്ന് പറയുമ്പം, അല്ലെ? അപ്പൊ നമ്മളെടുത്ത് നമ്മുടെ ടീച്ചേഴ്സ് ഒക്കെ പറയും, നമ്മുടെ സ്കൂളിൽ ടീച്ചേഴ്സ് ഒക്കെ പറയും എപ്പോഴും എക്സസൈസ് ചെയ്യണം, റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യണമെന്ന് പറയും. എന്തിനാ നമുക്ക് സ്കൂളിൽ PT പീരീഡ് ഒക്കെ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡ് ഒക്കെ നമുക്ക് എന്തിനാ സ്കൂളിൽ തരുന്നത്? ആ ഒരു പീരീഡ് വരുമ്പോഴത്തേനും എല്ലാവർക്കും ഭയങ്കര ഉത്സാഹമായിരിക്കും അല്ലെ? കളിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുമായിരിക്കും അല്ലെ? എന്തിനാ ആ ഒരു പീരീഡിന്റെ റെലവൻസ് എന്താണ്? നമ്മുടെ ബോഡി ഫിറ്റ് ആയിട്ടിരിക്കാനും. നമ്മൾ ക്ലാസ്സിലൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥിരം ആ ഒരു പൊസിഷനിൽ തന്നെ നമ്മൾ ഇരുന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അതിൽ നിന്നൊക്കെ മാറി നമ്മുടെ ബോഡിക്ക് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി കൊടുക്കാനായിട്ടാണ് നമുക്ക് സ്കൂളുകളിലൊക്കെ ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സെഷൻ ഉള്ളത് അല്ലെ? അപ്പൊ ആ ഒരു സെഷൻ വരാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലെ? അപ്പൊ ആ ഒരു സെഷനിലൊക്കെ വേറെ ഏതെങ്കിലും ടീച്ചേഴ്സ് പോർഷൻ തീരാനെന്ന് പറഞ്ഞൊക്കെ കയറി വരുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലങ്ങ് ആദ്യം അല്ലെ, അയ്യോ ആ ടീച്ചർ എന്തിനാ കയറി വരുന്നത് എന്തിനാന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിച്ചോണ്ടിരിക്കും അല്ലെ? നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കളിക്കാൻ. അപ്പം നമ്മള് പാരന്റ്സ് ഒക്കെ പറയും എന്നും, എടാ എടി ഒന്ന് ഓടടാ, നമ്മള് വീടിന് ചുറ്റും ഒരു 10 റൗണ്ട് നീ ഒന്ന് ഓടിയാൽ മതി, നമ്മുടെ ആരോഗ്യം ഭയങ്കര സൂപ്പർ ആയിട്ട് ഇരിക്കും എന്നൊക്കെ പറയും അല്ലെ? അപ്പം അതൊക്കെ വെറുതെ പറയുന്നതാണോ? വെറുതെ വായ്മൊഴി പറയുന്നതാണോ അവര്? അല്ല. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഇരട്ടി ഗുണം നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുണ്ട്. അപ്പൊ എക്സസൈസ് ചെയ്യുന്നതിന്റെ ആവശ്യകത എന്താണ്? എക്സസൈസ് ചെയ്യുന്നതിന്റെ ആവശ്യകതയും നമ്മുടെ മസിൽസിനെ കുറിച്ചും പിന്നെ നമ്മുടെ മസിലിന് ഉണ്ടാകുന്ന ക്ഷീണത്തെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ, ഈ ഒരു ഇൻട്രൊഡക്ടറി സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. എങ്ങനെയാണ് മസിൽസിന്റെ മൂവ്മെന്റിനെ കുറിച്ച് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമ്മൾ നെക്സ്റ്റ് സെഷനിൽ പഠിക്കും കേട്ടോ. ഈ ഒരു സെഷനിൽ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ ഇട്ടുതരാം നിങ്ങൾക്ക്. അപ്പൊ എന്തിനാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ബ്രീഫ് ആയിട്ട് നമുക്ക് ഒന്ന് നോക്കാം. അപ്പം ഇമ്പോർട്ടൻസ് ഓഫ് എക്സസൈസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ഹാർട്ടിലുള്ള ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എങ്ങനെയാണ് ഈ എക്സസൈസ് നമ്മുടെ ഹാർട്ടിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്? ഇറ്റ് ഇൻക്രീസസ് ദി ബ്ലഡ് സർക്കുലേഷൻ ത്രൂ ഔട്ട് ദി ബോഡി. ഇറ്റ് ഇൻക്രീസസ് ദ ബ്ലഡ് സർക്കുലേഷൻ. ബ്ലഡിന്റെ സർക്കുലേഷൻ ഇംപ്രൂവൈസ് ചെയ്യുക, അല്ലെങ്കിൽ ബ്ലഡിന്റെ സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുക എന്നാ പറയുന്നത്. അപ്പം ബ്ലഡിന്റെ സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്താൽ എന്താണ് അതിന്റെ ഗുണം? ബ്ലഡിന്റെ ഫ്ലോ ഭയങ്കരമായിട്ടും കൂടിയാൽ എന്താണ് അതിന്റെ ഗുണം? എപ്പോഴും നമ്മൾക്ക് ശരീരത്തിൽ ഫ്രഷ് ആയിട്ടുള്ള ബ്ലഡ് ഇങ്ങനെ, അതായത് വേസ്റ്റ് ബ്ലഡ് ഒക്കെ മാറി ഫ്രഷ് ആയിട്ടുള്ള ബ്ലഡ് ഇങ്ങനെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുന്നത് അല്ലേ? അപ്പൊ നല്ല അടിപൊളി ബ്ലഡ് ആയിരിക്കും നമ്മുടെ ശരീരത്തിൽ കിട്ടാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ മസിൽസ്, അതായത് നമ്മുടെ കാർഡിയാക് മസിൽസ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര എഫിഷ്യന്റ് ആയിട്ട് അവർ വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ ഹാർട്ടിനൊക്കെ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. Okay, so it increases the blood circulation throughout the body, thereby the muscle cells, അതായത് കാർഡിയാക് മസിൽസ് ഭയങ്കര സ്ട്രോങ് ആയിട്ടും അല്ലെങ്കിൽ ഭയങ്കര എഫിഷ്യന്റ് ആയിട്ടും നമ്മുടെ കാർഡിയാക് മസിൽസ് വർക്ക് ചെയ്യാൻ തുടങ്ങും. സോ ഇതൊരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ശരീരത്തിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗുണമാണ് കാർഡിയാക് മസിൽസ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇനി വേറൊരു ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കിയാലോ. എക്സ്ചേഞ്ച്, അതായത് അതിന്റെ വേറൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് ബിക്കംസ് മോർ എഫക്റ്റീവ്. നമ്മുടെ റെസ്പിറേറ്ററി ഗ്യാസസ്, അതായത് നമ്മുടെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഇങ്ങനെയുള്ള റെസ്പിറേറ്ററി ഗ്യാസസിന്റെ എക്സ്ചേഞ്ച് വളരെ സുഗമമായിട്ട് നടക്കും നമ്മുടെ ശരീരത്തിൽ. അതോടൊപ്പം തന്നെ കാർഡിയക് വൈറ്റൽ കപ്പാസിറ്റി ഓൾസോ ഇൻക്രീസസ്. എന്താണ് വൈറ്റൽ കപ്പാസിറ്റി? നമ്മൾ 4th ചാപ്റ്റർ, അതായത് ബ്രീത്തിങ് ഫോർ എനർജി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു എന്താണ് വൈറ്റൽ കപ്പാസിറ്റി, എന്താണ് ടൈഡൽ വോളിയം എന്നൊക്കെ പറയുന്നത് അല്ലെ? ഈ രണ്ട് ടേംസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ടൈഡൽ വോളിയം ആൻഡ് വൈറ്റൽ കപ്പാസിറ്റി. എന്താണ്?
ടൈഡൽ വോളിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള റെസ്പിറേഷനിൽ, അതായത് നോർമൽ ആയിട്ട് നമ്മൾ എന്തുമാത്രം ബ്രീത്ത് ഇൻ ചെയ്യും, എന്തുമാത്രം എയർ ബ്രീത്ത് ഇൻ ചെയ്യും, എന്തുമാത്രം എയർ ബ്രീത്ത് ഔട്ട് ചെയ്യും, ആ ഒരു കണക്കിനെയാണ് നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. അതേസമയം വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഇൻസ്പിറേഷന് ശേഷം എന്തുമാത്രം എയർ നമ്മൾ എന്തുമാത്രം വോളിയം ഓഫ് എയർ നമുക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഫോഴ്സ്ഫുള്ളി ബ്രീത്ത് ഔട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഏജ് കൂടുന്തോറും നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി കുറയുക ചെയ്യുക അല്ലെ. കാരണം നമ്മളെ ബോഡിയിലുള്ള റെസ്പിറേഷൻ നന്നായിട്ട് നല്ല സുഗമമായിട്ട് നടക്കത്തില്ല. അപ്പൊ നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. വൈറ്റൽ കപ്പാസിറ്റിനെ അളക്കാനായിട്ട് നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ബലൂൺ വെച്ചിട്ട് നമ്മളൊരു എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തു. അപ്പൊ അതൊക്കെ ആ ഒരു എക്സ്പെരിമെന്റിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്? വൈറ്റൽ കപ്പാസിറ്റി ഏജ് കൂടുന്തോറും, അല്ലെങ്കിൽ വേറെ കുറേ അധികം ഫാക്ടേഴ്സ് ഉണ്ട് നമ്മുടെ ശരീരത്തിനെ എഫക്ട് ചെയ്യുന്ന ഡിസീസസ് ഒക്കെ വൈറ്റൽ കപ്പാസിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, അല്ലെങ്കിൽ വൈറ്റൽ കപ്പാസിറ്റിനെ എഫക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്ന കാര്യം നമ്മുടെ ശരീരത്തിൽ കൂടി നിന്നെങ്കിലേ നമ്മുടെ ശരീരം ഫിറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഫോഴ്സ്ഫുള്ളി നമുക്ക് എന്തുമാത്രം ബ്രീത്ത് ചെയ്യാൻ പറ്റുമോ അത്ര ഫോഴ്സ്ഫുള്ളി നമുക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അപ്പൊ ആ ഒരു കണക്കിനെയാണ്, ആ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ എക്സസൈസ് ചെയ്യുന്നത് വഴി നമ്മുടെ റെസ്പിറേറ്ററി ഗ്യാസസിന്റെ എക്സ്ചേഞ്ച്, നമ്മുടെ ശരീരത്തിലുള്ള റെസ്പിറേറ്ററി ഗ്യാസസിന്റെ എക്സ്ചേഞ്ച് കുറേയും കൂടെ എഫക്റ്റീവ് ആവും. അതുവഴി നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഒരുപാട് എക്സസൈസുകളൊക്കെ ഉണ്ട്. സോ വൈറ്റൽ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് വേറൊരു ഗുണം. ഇനി നമ്മൾ ഓടുകയൊക്കെയാണെന്ന് വിചാരിച്ചു അല്ലെ. നമ്മൾ ഓടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വല്ലാണ്ട് വേർക്കും. ആ വേർക്കുന്നത് നല്ലതാണോ മോശമാണോ ശരീരത്തിന്? നല്ലതാണ്. കാരണം നമ്മുടെ ഹോമിയോസ്റ്റാസിസ്, നമ്മുടെ ബോഡിയുടെ ഹോമിയോസ്റ്റാസിസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുണ്ട്. എന്താണ് ഹോമിയോസ്റ്റാസിസ്? എക്സ്റ്റേണൽ ആയിട്ടുള്ള എൻവയൺമെന്റ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള എൻവയൺമെന്റ്, നമ്മുടെ ബോഡിയുടെ ഇന്റേണൽ ആയിട്ടുള്ള എൻവയൺമെന്റ് മാറുമോ? ഇല്ല, സ്റ്റേബിൾ ആയിട്ട് നിൽക്കും അല്ലെ. അതിനെയാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് പറയുന്നത്, മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ബോഡിയുടെ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വഴി ഒക്കെ നമ്മൾ സ്വെറ്റിംഗ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ സ്വെറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ സ്വെറ്റിലൂടെ നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത്? വേസ്റ്റ് മെറ്റീരിയൽസ് ആണ്. ഓക്കെ, സ്വെറ്റിൽ കൂടെ നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തു പോകുന്നത് വേസ്റ്റ് മെറ്റീരിയൽസ് ആണ്. അനാവശ്യമായിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽസ്, സോൾട്ട്സ്, മിനറൽസ്, വാട്ടർ, ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നത്. ഓക്കെ, സ്വെറ്റ് വഴി. അപ്പം സ്വെറ്റ് പോകുന്നത് നമ്മുടെ ശരീരത്തിൽ, നമ്മൾ ഒരുപാട് വിയർക്കുന്നത് നല്ലതാണോ ചീത്തയാണോ? നല്ലതാണ്, വളരെ നല്ലൊരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് വഴി സ്റ്റോർഡ് ഫാറ്റ്, നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന സ്റ്റോർഡ് ഫാറ്റ് ബ്രേക്ക് ചെയ്ത് ഇറ്റ് ഈസ് ബ്രോക്കൺ ഡൗൺ ആൻഡ് ദെയർ ബൈ ഒബിസിറ്റി ഈസ് റിഡ്യൂസ്. എന്താണ് ഒബിസിറ്റി എന്ന് പറയുന്നത്? അമിതവണ്ണം. ഓക്കെ, അമിതവണ്ണം കുറയാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് എക്സസൈസ് എന്ന് പറയുന്നത്. നമ്മളെല്ലാരും പറയും, ചിലരൊക്കെ ഇങ്ങനെ വണ്ണം കുറയാൻ വേണ്ടി, അമിതവണ്ണം കുറയാൻ വേണ്ടിയിട്ട് പട്ടിണി കിടക്കും. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ഇപ്പൊ ഒരു നേരം കഴിക്കാണ്ടിരിക്കുക, അല്ലെ 2 നേരമൊക്കെ കഴിക്കാണ്ടിരുന്നാല് വണ്ണം കുറയുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് ശരീരത്തിന് നല്ലതാണോ? അല്ല. പകരം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അമിതവണ്ണമുള്ള ആൾക്കാരാണെങ്കിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുന്നതിൽ നിങ്ങൾ അങ്ങനെ ഒരുപാട് പ്രശ്നം വരുന്ന അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നല്ല കൺട്രോൾഡ് ആയിട്ട് ഭക്ഷണം കഴിക്കുക, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, അതോടൊപ്പം തന്നെ വ്യായാമം ചെയ്യുക, എക്സസൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഭക്ഷണത്തോട് കൂടി നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന കുറെ ഫാറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഫാറ്റ് ഒക്കെ എന്താ ചെയ്യുന്നത്? അത് ബ്രേക്ക് ചെയ്യാണ്. ആ ഫാറ്റ് ഒക്കെ ബ്രോക്കൺ ഡൗൺ ചെയ്തിട്ട് നമ്മുടെ അമിതവണ്ണം കുറയാനാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്യാം. ആൻഡ്
സ്വെറ്റ്സ് മോർ, സോ മോർ വേസ്റ്റ് ഇസ് എലിമിനേറ്റഡ് ത്രൂ സ്വെറ്റ്. നമ്മൾ കൂടുതൽ വിയർക്കും തോറും നമ്മുടെ ശരീരത്തിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഒരുപാട് ആ സ്വെറ്റിൽ കൂടെ പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്വെറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പം എക്സസൈസ് ചെയ്യുന്നത് വഴി നമ്മുടെ ശരീരത്തിലുള്ള സ്റ്റോർഡ് ഫാറ്റ് ബ്രേക്ക് ചെയ്തിട്ട് അമിതമാണ് ഒബിസിറ്റി റെഡ്യൂസ് ചെയ്യും. സ്വെറ്റ് കൂടുതലായാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ശരീരത്തിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് സ്വെറ്റിൽ കൂടെ പോവുകയാണ് ചെയ്യുന്നത്. ഇനി മോർ കാപ്പിലറീസ് ആർ ഫോംഡ് ഇൻ മസിൽസ്. മസിൽസിൽ ഒരുപാട് അധികം കാപ്പിലറീസ് ഫോം ചെയ്ത് എന്താ മസിൽസിന്റെ എഫിഷ്യൻസി കൂട്ടും. ഇറ്റ് ഇൻക്രീസസ് ദി എഫിഷ്യൻസി ഓഫ് മസിൽസ്. നമ്മൾ പറഞ്ഞു കാർഡിയാക് മസിൽസിന്റെ കേസ് നമ്മൾ പറഞ്ഞു അല്ലെ, ബ്ലഡ് ഫ്ലോ കൂടിയാൽ കാർഡിയാക് മസിൽസ് കുറച്ചും കൂടെ എന്താ സ്ട്രോങ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും വർക്ക് ചെയ്യാൻ സഹായിക്കും. അതേപോലെ തന്നെ നമ്മുടെ മസിൽസിൽ ഒരുപാടധികം കാപ്പിലറീസ് ഫോം ആയിട്ട് എന്താ സംഭവിക്കുക? നമ്മുടെ മസിൽസ് എഫിഷ്യന്റ് ആയിട്ട് അല്ലെങ്കിൽ മസിൽസിന്റെ എഫിഷ്യൻസി അവിടെ കൂടുകയാണ് ചെയ്യുന്നത് എക്സസൈസ് വഴി. ഓക്കെ, സോ ഇതൊക്കെയാണ് എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ബോഡിക്ക് ഉണ്ടാവുന്ന ഏറ്റവും നല്ല ഗുണങ്ങൾ. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? എന്തൊക്കെ ഓർഗൻസ് നമ്മുടെ ശരീരത്തിലുള്ള എന്തൊക്കെ ഓർഗൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്? ഓൾറെഡി നിങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാ. അപ്പൊ ഞാൻ ഇനി പ്രത്യേകിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല അല്ലെ. അപ്പം ഇതെന്താണ്? ഇത് എന്ത് ഓർഗനാണ്? ദിസ് ഇസ് ഹാർട്ട്. ഇതെന്താണ്? ഇന്റസ്റ്റൈൻ അല്ലേ? ഇന്റസ്റ്റൈൻ ആണ്. ഇത് സ്മോൾ ഇന്റസ്റ്റൈനും ഇത് ചെറുകുടലും ഇത് വൻകുടലും അല്ലെ, ലാർജ് ഇന്റസ്റ്റൈനും. ആൻഡ് വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് സ്റ്റൊമക് അല്ലെങ്കിൽ അബ്ഡോമൻ. ഓക്കെ, അപ്പൊ ഈ 3 ഓർഗൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഈ 3 ഓർഗൻസിന്റെ പ്രവർത്തനം വോളണ്ടറി ആണോ ഇൻവോളണ്ടറി ആണോ? നമ്മുടെ അതായത് സിമ്പിൾ ആക്കി ചോദിക്കുവാണെങ്കിൽ ഈ ഓർഗൻസിന്റെ മൂവ്മെന്റ്സ് നമ്മുടെ അറിവോട് കൂടി നടക്കുന്നതാണോ അതോ നമ്മുടെ ഇഷ്ടാനുസരണം നടക്കുന്നതാണോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലാതെ നടക്കുന്ന പ്രവർത്തനമാണോ ഇത്? നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് ഈ സ്റ്റൊമക്കിന്റെയും നമ്മുടെ ഇൻഡസ്റ്റൈന്റെയും നമ്മുടെ ഹാർട്ടിന്റെ ഒക്കെ മൂവ്മെന്റ്സ് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളപ്പം ഇതിന്റെ മൂവ്മെന്റ് ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പം അതിനെയാണ് നമ്മള് ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മൂവ്മെന്റ്സ് വിച്ച് കനോട്ട് ബി കൺട്രോൾ ബൈ അവർ വിൽ. നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മൂവ്മെന്റ്സ്, അതിനെയാണ് നമ്മൾ ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ഹാർട്ട് മൂവ്മെന്റ്, പിന്നെ ഇൻഡസ്റ്റൈനിൽ കൂടിയുള്ള ഫുഡിന്റെ മൂവ്മെന്റ് അല്ലെ, സ്റ്റൊമക്കിന്റെ മൂവ്മെന്റ്, ഇപ്പോൾ സ്റ്റൊമക്കിലുള്ള പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് അല്ലെ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് ആണ്. കാരണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവരുടെ മൂവ്മെന്റ്സ് ഒന്നും നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ഇന്റേണലി നടക്കുന്ന കാര്യം. അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചെയ്യുന്നത്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് ദീസ് മൂവ്മെന്റ്സ് കനോട്ട് ബി കൺട്രോൾഡ് ബൈ അവർ ഓൺ വിൽ. അതിനെയാണ് നമ്മൾ ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? വോളണ്ടറി മൂവ്മെന്റ്സ് ആയിരിക്കും അല്ലെ. എന്തായിരിക്കും വോളണ്ടറി മൂവ്മെന്റ്സ്? മൂവ്മെന്റ്സ് വിച്ച് ക്യാൻ ബി കൺട്രോൾഡ് ബൈ അവർ വിൽ. നമ്മൾ ഇത്ര നേരം പറഞ്ഞത് നമ്മളെ കൊണ്ട് പറ്റാത്ത, നമ്മുടെ ഇഷ്ടാനുസരണം മാറ്റാൻ പറ്റാത്ത കുറച്ച് മൂവ്മെന്റ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ശരീരത്തില് നമ്മളിപ്പൊ നടക്കുമ്പോ, ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ സംസാരിച്ച് നടക്കുവാണ് അല്ലെ. അപ്പൊ നമ്മൾ സംസാരിച്ചിങ്ങനെ നടക്കുമ്പം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മൂവ്മെന്റ്സ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. കാലിന്റെ ചലനം അല്ലെ, കാലിന്റെ ചലനം, പിന്നെ കൈയുടെ ചലനം, അതേപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വായിലുള്ള മൗത്തിലുള്ള പേശികളുടെ ചലനം, മസിൽസിന്റെ ചലനം അല്ലെ. ഇതൊക്കെ നമ്മളുടെ ഇഷ്ടാനുസരണം മാറ്റുന്ന കാര്യങ്ങളല്ലേ അല്ലേ. നമ്മുടെ ഇഷ്ടാനുസരണം നമ്മുടെ സംസാരിക്കുന്ന ആ ഒരു പേസ് കുറയ്ക്കാൻ പറ്റും. ആ ഒരു മസിൽസിന്റെ ഇത് നമുക്ക് കോൺട്രാക്ഷൻ റിലാക്സേഷൻ ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതേപോലെ കാലിന്റെ നടക്കുന്നത് പതിയെ സ്ലോ ആക്കാൻ പറ്റും. കൈയുടെ ചലനം നമുക്ക് മാറ്റാൻ പറ്റും അല്ലെ. ഇതൊക്കെ നമുക്ക് ഇഷ്ടാനുസരണം മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോ ദീസ് മൂവ്മെന്റ്സ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ അവർ വിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ നമ്മള് വോളണ്ടറി മൂവ്മെന്റ്സ് എന്ന് പറയുന്നു. ഇൻവോളണ്ടറിയുടെ ഓപ്പോസിറ്റ്, ദാറ്റ് ഈസ് വോളണ്ടറി മൂവ്മെന്റ്സ്. ഓക്കെ, അപ്പൊ 2 ടൈപ്പ് ഓഫ് മൂവ്മെന്റ് നിങ്ങൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു? ഇൻവോളണ്ടറി മൂവ്മെന്റ്സും ആൻഡ്
വോളണ്ടറി മൂവ്മെന്റ്സും. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് എന്താണ്? ദ മൂവ്മെന്റ്സ് വിച്ച് കനോട്ട് ബി കൺട്രോൾഡ് ബൈ അവർ ഓൺ വിൽ, ആൻഡ് വോളണ്ടറി മൂവ്മെന്റ്സ് ആർ ദ മൂവ്മെന്റ്സ് വിച്ച് ക്യാൻ ബി കൺട്രോൾഡ് ബൈ അവർ വിൽ. ഓക്കെ, സോ ഇതാണ് രണ്ട് ടൈപ്സ് ഓഫ് മൂവ്മെന്റ്സ്. മനസ്സിലായില്ലേ? ഇനി നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാം. ഇവിടെ ടീച്ചർ കുറച്ച് മൂവ്മെന്റ്സ് തന്നിട്ടുണ്ട്. ടങ് മൂവ്മെന്റ്, പ്യൂപ്പിൾ മൂവ്മെന്റ്, ഹാൻഡ് മൂവ്മെന്റ്, ലെഗ് മൂവ്മെന്റ്സ്, ഹാർട്ട് ബീറ്റ്, സ്റ്റൊമക് മൂവ്മെന്റ്. അപ്പൊ ഈ മൂവ്മെന്റ്സിനെ നിങ്ങൾ വോളണ്ടറി മൂവ്മെന്റ് ആയും ഇൻവോളണ്ടറി മൂവ്മെന്റ് ആയും നിങ്ങളൊന്ന് കാറ്റഗറൈസ് ചെയ്യണം. എങ്ങനെ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യും ഇതിനെ? നമുക്കത് സ്റ്റാർട്ട് ചെയ്താലോ? കാറ്റഗറൈസ് ചെയ്യാൻ തുടങ്ങിയാലോ? ടങ് മൂവ്മെന്റ് എന്തായിരിക്കും? ടങ് മൂവ്മെന്റ് വോളണ്ടറി ആയിരിക്കോ ഇൻവോളണ്ടറി ആയിരിക്കോ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കാം. നിങ്ങൾ ടങ് മൂവ് ചെയ്യുക, നിങ്ങൾ ടങ് ഒന്ന് ഇപ്പൊ ചലിപ്പിച്ച് നോക്കിയാൽ അത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ ചലിപ്പിക്കുന്നത്, അല്ലെ? നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ നാക്ക് അനങ്ങുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. നമുക്കത് അതനുസരിച്ച് മാറ്റാൻ പറ്റും, അല്ലെ? സോ ഇറ്റ് ഈസ് വോളണ്ടറി മൂവ്മെന്റ്, അല്ലെ? സോ ടങ് മൂവ്മെന്റ് എന്ന് പറയുന്നത് വോളണ്ടറി മൂവ്മെന്റ് ആയിരിക്കും. ഇനി പ്യൂപ്പിൾ മൂവ്മെന്റ്. പ്യൂപ്പിൾ മൂവ്മെന്റ് എന്താണ്? പ്യൂപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി, അല്ലെ? അപ്പൊ പ്യൂപ്പിൾ മൂവ്മെന്റ് വോളണ്ടറി ആയിരിക്കുമോ ഇൻവോളണ്ടറി മൂവ്മെന്റ് ആയിരിക്കുമോ? നമുക്കറിയാം, ഈ ബ്രൈറ്റ് ലൈറ്റിലോട്ട് പോകുമ്പോൾ, നമ്മളിപ്പോ ബ്രൈറ്റ് ലൈറ്റിലോട്ട് പോകുമ്പോൾ നമ്മുടെ കൃഷ്ണമണി അതനുസരിച്ച് ചെറുതാവുക ചെയ്യുന്നത്. ഇനി ഡിം ലൈറ്റിലോട്ട്, ലൈറ്റ് കുറവുള്ള സ്ഥലത്തോട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൃഷ്ണമണി അതനുസരിച്ച് വലുതാവുക ചെയ്യുന്നത്. അപ്പൊ ഈ പ്യൂപ്പിൾ മൂവ്മെന്റ് നമ്മൾ പറയും, എടാ ബ്രൈറ്റ് ലൈറ്റ് വന്നു, പ്യൂപ്പിളെ ചെറുതാവ് എന്ന് നമ്മൾ പറയുകയാണ് ചെയ്യുന്നത്. അല്ല, അവർ സന്നദ്ധാനം അതനുസരിച്ച് ചെയ്തോളും, അല്ലെ? അത് നമ്മുടെ വോളണ്ടറി, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്ന കാര്യം അല്ല അത്, അല്ലെ? അപ്പം പ്യൂപ്പിൾ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇൻവോളണ്ടറി മൂവ്മെന്റ് ആയിരിക്കും. ഇനി അടുത്തത് ഹാൻഡ് മൂവ്മെന്റ്. ഹാൻഡ് മൂവ്മെന്റ് വോളണ്ടറി ആണോ ഇൻവോളണ്ടറി ആണോ? നമ്മുടെ കൈയുടെ ചലനം, കൈനെ നമ്മൾ ചലിപ്പിക്കുന്നതൊക്കെ വോളണ്ടറി ആണോ ഇൻവോളണ്ടറി ആണോ? ദാറ്റ് ഈസ് വോളണ്ടറി മൂവ്മെന്റ്. ഓക്കെ, ഇനി ലെഗ് മൂവ്മെന്റ്സ് വോളണ്ടറി ആണോ ഇൻവോളണ്ടറി ആണോ? നമുക്കറിയാം, അത് ക്ലിയർ ആണ്. ലെഗ് മൂവ്മെന്റ് ഇസ് വോളണ്ടറി മൂവ്മെന്റ്. ഇനി ഹാർട്ട് ബീറ്റ്, ടീച്ചർ നേരത്തെ പറഞ്ഞില്ല, ഹാർട്ട് ബീറ്റ് വോളണ്ടറി ആണ് ഇൻവോളണ്ടറി ആണ്? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഹാർട്ടിന്റെ പമ്പിങ് കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ പറ്റുമോ? ഇല്ല, അത് ശരീരം അതോടെ ചെയ്യുന്ന കാര്യമാണ്. സോ ദാറ്റ് ഈസ് ഇൻവോളണ്ടറി മൂവ്മെന്റ്. ആൻഡ് സ്റ്റൊമക് മൂവ്മെന്റ് ഓൾസോ, അതിനകത്ത് നടക്കുന്ന പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്, അതൊക്കെ ഇൻവോളണ്ടറി മൂവ്മെന്റ് ആണ്. നമ്മുടെ അറിവോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടാനുസരണം മാറ്റാൻ പറ്റുന്ന കാര്യമല്ല അത്. ദാറ്റ് ഈസ് ഇൻവോളണ്ടറി മൂവ്മെന്റ്. ഇപ്പൊ എളുപ്പമായില്ല? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണ് വോളണ്ടറി മൂവ്മെന്റും ഇൻവോളണ്ടറി മൂവ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്? മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആണ്. ഇനി നമുക്ക് മസിൽസിന്റെ ഡിഫറെന്റ് ടൈപ്സിനെ കുറിച്ച് പറയാം. എന്തൊക്കെ ടൈപ്പ് ഓഫ്, നമ്മൾ പറഞ്ഞു മസിൽസിന്റെ ആവശ്യകതയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് നമ്മുടെ ശരീരത്തിനെ എഫക്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു, അല്ലെ? അപ്പം രണ്ട് ടൈപ്പ് ഓഫ് മസിൽസ് നമ്മൾ പറഞ്ഞു, വോളണ്ടറി മസിലും പറഞ്ഞു, ഇൻവോളണ്ടറി മൂവ്മെന്റ് പറഞ്ഞു, അല്ലെ? അപ്പം ഈ വോളണ്ടറി മസിലും ഇൻവോളണ്ടറി മസിലും ഇതിൽ അടങ്ങിയിരിക്കുന്ന ടൈപ്സ് ഓഫ് മസിൽസ്, ഇതിന്റെ ഫർദർ കാറ്റഗറൈസേഷൻ നമുക്ക് നോക്കാം. അപ്പൊ വോളണ്ടറി മസിൽസിൽ വരുന്ന ഒരു ടൈപ്പ് ആണ് സ്കെലറ്റൽ മസിൽ. നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇൻവോളണ്ടറി മസിൽസിൽ വരുന്ന രണ്ട് ടൈപ്സ് ഉണ്ട്, സ്മൂത്ത് മസിലും കാർഡിയാക് മസിലും. ഈ സ്കെലറ്റൽ മസിൽ എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടാനുസരണം നമ്മൾക്ക് മാറ്റാൻ പറ്റും. പക്ഷേ സ്മൂത്ത് മസിലും കാർഡിയാക് മസിലും എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് അത് ഇതിന് ഇൻവോളണ്ടറി മസിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ രണ്ട് ടൈപ്സ് ഓഫ് മസിൽസ് ഉണ്ട്, വോളണ്ടറി മസിലും ഇൻവോളണ്ടറി മസിലും. വോളണ്ടറി മസിൽ എന്ന് പറയുന്നത് സ്കെലറ്റൽ മസിലും, ഇൻവോളണ്ടറി മസിൽസിൽ വരുന്നതാണ് സ്മൂത്ത് മസിലും കാർഡിയാക് മസിലും. ഓക്കെ, ഇതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമ്മൾ ആദ്യം പറഞ്ഞു സ്കെലറ്റൽ മസിൽ, അല്ലെ? സ്കെലറ്റൽ മസിൽ എന്നാ ടൈപ്പ് ഓഫ് മസിൽ ആണ്? എന്ത് ടൈപ്പ് ഓഫ് മസിൽ ആണ്? ഇറ്റ് ഈസ് വോളണ്ടറി മസിൽ, അല്ലെ? അപ്പൊ ഈ സ്കെലറ്റൽ മസിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് ഈ മസിൽസ് കാണുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? സ്കെലറ്റൽ മസിൽ അല്ലെങ്കിൽ സ്ട്രയേറ്റഡ് മസിൽ എന്നും പറയുന്നത്. എന്തുകൊണ്ടാണ് സ്ട്രയേറ്റഡ് മസിൽസ് എന്ന് പറയുന്നത്? ആ പേര് തന്നെ ഉണ്ട്, വി ക്യാൻ സീ അല്ലെങ്കിൽ വി ക്യാൻ ഒബ്സർവ് ദ സ്ട്രയേഷൻസ് ഇൻ ദ മസിൽ. ഇവിടെ നിങ്ങൾക്ക് സ്ട്രയേഷൻസ് കാണാൻ പറ്റുന്നില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്ട്രൈപ്സ് കാണാൻ പറ്റുന്നില്ലേ? അല്ലെ? ഒരു ഡാർക്ക് ബാൻഡും കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്കുള്ള ഒരു ലൈറ്റ് ബാൻഡും കാണാൻ പറ്റുന്നുണ്ട്, അല്ലെ? അപ്പൊ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുമ്പം ഈ സീബ്രാനെ ഒക്കെ പോലെ ഇരിക്കും. ഓക്കെ, സീബ്രാനെ എങ്ങനെ കാണുക നമ്മള്? നമുക്ക് സ്ട്രയേഷൻസ് ആണ് അവർ കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഈ മസിൽസിൽ നമുക്ക് സ്ട്രയേഷൻസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സ്ട്രയേറ്റഡ് മസിൽ എന്ന് വിളിക്കുന്നത്. ഇനി വേറൊരു പ്രത്യേകത,
ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ മസില് നമ്മുടെ ബോണുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, അല്ലെ? ബോണുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ മസിൽ ഇരിക്കുന്നത്. സോ ഇറ്റ് ഈസ് സീൻ അറ്റാച്ച്ഡ് ടു ബോൺസ്. ഇനി ഇതിന്റെ ഷേപ്പ് ഒന്ന് നിങ്ങൾ നോക്കിക്കേ. ഇത് എന്ത് ഷേപ്പിലാണ് ഇരിക്കുന്നത്? സർക്കിൾ ആണോ, സ്ക്വയർ ആണോ, റെക്ടാങ്കിൾ ആണോ? 3D പോക്കെ സിലിണ്ട്രിക്കൽ അല്ലേ? ഇതൊരു സിലിണ്ട്രിക്കൽ ഫോമിലല്ലേ ഇതിരിക്കുന്നത്, അല്ലേ? സോ സിലിണ്ട്രിക്കൽ ഷേപ്പ് ആണ് ഇതിനുള്ളത്. ഇപ്പൊ നിങ്ങൾ ഏകദേശം കുറച്ചൊക്കെ ഫീച്ചേഴ്സ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഓരോ ഫീച്ചേഴ്സ് നോക്കാം. സീൻ അറ്റാച്ച്ഡ് ടു ബോൺസ് നമ്മൾ പറഞ്ഞു, നമ്മുടെ എല്ലുമായിട്ടല്ല, നമ്മുടെ അസ്ഥിയുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടാണ് കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന്റെ മലയാളത്തിൽ നമ്മൾ അസ്ഥിപേശി എന്നാ പറയുന്നത്. ഓക്കെ, അസ്ഥിപേശി, അസ്ഥിപേശി എന്നാ പറയുന്നത്. സോ ഇറ്റ് ഈസ് സീൻ അറ്റാച്ച്ഡ് ടു ബോൺസ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ അസ്ഥിപേശി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി വേറൊരു ഫീച്ചർ ഉണ്ട്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് സിലിണ്ട്രിക്കൽ. മോർഫോളജി നോക്കുവാണെങ്കിൽ സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിലിണ്ട്രിക്കൽ സെൽസ് എന്നാ പറയുന്നത്. അതേപോലെ ഇറ്റ് ഹാസ് ഡാർക്ക് ആൻഡ് ലൈറ്റ് സ്ട്രയേഷൻസ് ഓൺ ദെയർ സർഫസ്. ഡാർക്ക് ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള സ്ട്രയേഷൻസ് അവർക്ക് അവരുടെ ആ മസിൽസിന്റെ സർഫസിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇറ്റ് മേക്ക് വോളണ്ടറി മൂവ്മെന്റ്സ് പോസിബിൾ. അതായത് നടക്കുന്ന മൂവ്മെന്റ്, കൈ ചലിപ്പിക്കുന്ന മൂവ്മെന്റ്, അങ്ങനെയുള്ള അറിവോട് കൂടിയുള്ള മൂവ്മെന്റ്സ് ഈ മസിൽസ് കാരണമാണ് നമുക്ക് സാധ്യമാകുന്നത്. ഓക്കെ, സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കെൽട്ടൽ മസിൽ അല്ലെങ്കിൽ സ്ട്രയേറ്റഡ് മസിൽസിന്റെ ഫീച്ചേഴ്സ്. ഇപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാമല്ലോ അല്ലെ? ഈ പടം നിങ്ങൾ ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഓഫ് മസിലാണ് നമ്മൾ പറഞ്ഞത് സ്മൂത്ത് മസിൽ, അല്ലെ? ഈ സ്മൂത്ത് മസിലിന്റെ പ്രത്യേകത എന്താ? ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇതിന്റെ മോർഫോളജി നിങ്ങളൊന്ന് കണക്കാക്കുകയാണെങ്കിൽ സ്കെൽട്ടൽ മസിലിന്റെ ഷേപ്പ് എന്താ? സിലിണ്ട്രിക്കൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ സ്മൂത്ത് മസിലിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ ഷേപ്പ് എന്താണ്? ഇതിനെ നമ്മൾ സ്പിൻഡിൽ ഷേപ്പ് എന്നാ പറയുന്നത്. സ്പിൻഡിൽ ഷേപ്പ് എന്നാ പറയുന്നത്. എന്തുകൊണ്ട് ഈ സ്പിൻഡിൽ ഷേപ്പ് എന്ന് പറയുന്നത്? രണ്ടറ്റവും ഇങ്ങനെ കൂർത്തിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ സ്പിൻഡിൽ ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പിൻഡിൽ ഷേപ്പ് എന്നാണ് പറയുന്നത്. സോ സ്മൂത്ത് മസിൽ ഇസ് സ്പിൻഡിൽ ഷേപ്ഡ്. ആൻഡ് ഇതിന്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള ഓർഗൻസ്, അതായത് ഇൻഡസ്റ്റൈൻ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഇൻഡസ്റ്റൈൻ, അതേപോലെ സ്റ്റൊമക്. സോ ഇന്റേണൽ ആയിട്ടുള്ള കുറച്ച് ഓർഗൻസ് ഉണ്ട്, അവരെയൊക്കെ ലൈൻ ചെയ്തിട്ടാണ് സ്മൂത്ത് മസിൽ കാണുന്നത്. ഓക്കെ, സോ പിന്നെ ഇവിടെ സ്ട്രയേഷൻസ് ഉണ്ടോ? സ്മൂത്ത് മസിൽ ആയതുകൊണ്ട് ഇവിടെ സ്ട്രയേഷൻസ് ഉണ്ടോ? ഇല്ല, സ്ട്രയേഷൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല, അല്ലെ? അപ്പം സ്മൂത്ത് മസിലിന്റെ വേറൊരു പ്രത്യേകതയാണ് നോ സ്ട്രയേഷൻസ് ആർ സീൻ. അതേപോലെ ഇത് വോളണ്ടറി മൂവ്മെന്റ് ആയിരിക്കും, ഇൻവോളണ്ടറി മൂവ്മെന്റ് ആയിരിക്കും സാധ്യമാക്കുന്നത്? ഇൻവോളണ്ടറി മൂവ്മെന്റ്, അല്ലെ? കാരണം ഇൻഡസ്റ്റൈന്റെ മൂവ്മെന്റ്, സ്റ്റൊമക്കിന്റെ മൂവ്മെന്റ്, ഇതൊക്കെ വോളണ്ടറി ആണോ ഇൻവോളണ്ടറി ആണോ? ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് ആണ്, അല്ലെ? ഇപ്പൊ നിങ്ങൾ ഇതിന്റെ ഫീച്ചേഴ്സ് പഠിച്ചില്ലേ? സോ ഇറ്റ് ഈസ് സീൻ ഇൻ ഇന്റേണൽ ഓർഗൻസ് ലൈക്ക് ദി സ്റ്റൊമക്, സ്മോൾ ഇൻഡസ്റ്റൈൻ ആൻഡ് ഇൻ ബ്ലഡ് വെസൽസ്. അതേപോലെ സ്പിൻഡിൽ ഷേപ്ഡ് ആയിട്ടുള്ള സെൽസ് ആയിരിക്കും ഇത്. And no striations. It makes voluntary, involuntary movements possible. Involuntary ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഒക്കെ പോസിബിൾ ആകുന്ന സ്മൂത്ത് മസിൽ ഉണ്ട്. ഓക്കെ, നൗ കാർഡിയാക് മസിൽ, അടുത്ത ടൈപ്പ് ഓഫ് മസിലാണ് കാർഡിയാക് മസിൽ എന്ന് പറയുന്നത്. കാർഡിയാക്, ഈ ഒരു പേരിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് കാർഡിയാക് മസിൽ എന്ന് പറഞ്ഞത്. കാർഡിയാക് എന്ന് പറഞ്ഞാൽ എന്താ? ഹാർട്ട്. അപ്പൊ ഹാർട്ടിൽ കാണുന്ന മസിലിനെയാണ് നമ്മൾ കാർഡിയാക് മസിൽ എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു മസിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റും? ഇപ്പൊ സിമ്പിൾ ആയില്ലേ? നമ്മൾ സ്കെൽട്ടൽ മസിലും പഠിച്ചു, സ്മൂത്ത് മസിലും പഠിച്ചു. അപ്പൊ അതേപോലെ ഇവിടുത്തെ ഫീച്ചേഴ്സ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. സിലിണ്ട്രിക്കൽ ആയിരിക്കും, അല്ലെ? ഷേപ്പ് പറയുകയാണെങ്കിൽ സിലിണ്ട്രിക്കൽ ആയിരിക്കും. സ്ട്രയേഷൻസ് ഉണ്ടോ ഇല്ലയോ? സ്ട്രയേഷൻസ് ആർ സീൻ, അല്ലെ? സ്ട്രയേഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇനി വോളണ്ടറി ആയിരിക്കുവോ ഇൻവോളണ്ടറി ആയിരിക്കുവോ? ഇൻവോളണ്ടറി, അല്ലെ? എന്തുകൊണ്ടാണ് ഇൻവോളണ്ടറി? നമ്മുടെ ഇഷ്ടാനുസരണം ഇതിന്റെ മൂവ്മെന്റ് മാറ്റാൻ പറ്റത്തില്ല. സോ ഇറ്റ് ഈസ് ഇൻവോളണ്ടറി മൂവ്മെന്റ്. ഇനി ഇവിടെ ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ കാണാൻ നമുക്ക് വേറൊരു പ്രത്യേകതയും കൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതെന്താണ്? ഇവിടെ നിങ്ങൾക്ക് ബ്രാഞ്ചസ് കാണാം, അല്ലേ? സോ ഇത് വേറൊരു പ്രത്യേകതയാണ്. ദിസ് മസിൽസ് ആർ ബ്രാഞ്ച്ഡ്. കാർഡിയാക് മസിൽസ് ബ്രാഞ്ച്ഡ് ആണ്. സോ സീൻ ഓൺ ദി വാൾസ് ഓഫ് ദി ഹാർട്ട്, ബ്രാഞ്ച്ഡ് സെൽസ് ആണ്. Striations are seen and make involuntary movements possible. ഇപ്പൊ സിമ്പിൾ ആയില്ലേ? സോ 3 ടൈപ്പ് ഓഫ് മസിൽസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, അല്ലെ?
അപ്പം ഇത് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു ബോക്സ് ആണ്. ഫ്ലോ ജസ്റ്റ് ഇതിന്റെ ഫീച്ചേഴ്സ് പറയുന്ന ഒരു ബോക്സ് ആണ്. സോ ഇപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ ഫീച്ചേഴ്സ് എന്നുള്ളത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റില്ലേ? skeletal muscle is also called striated muscle. Bones ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് കാണുന്നത് സിലിണ്ടറിക്കൽ സെൽസ് ആണ്. ഡാർക്ക് ആൻഡ് ലൈറ്റ് സ്ട്രയേഷൻസ് നമുക്ക് കാണാൻ പറ്റും. വോളണ്ടറി മൂവ്മെന്റ്സ് പോസിബിൾ ആണ്. ഇനി സ്മൂത്ത് മസിൽ, ഇത് നോൺ സ്ട്രയേറ്റഡ് ആണ്. ഇന്റേണൽ ഓർഗൻസിലാണ്, ലൈക്ക് സ്റ്റൊമക്, സ്മോൾ ഇന്റസ്റ്റൈൻ, ബ്ലഡ് വെസൽസിലൊക്കെയാണ് ഇത് കാണുന്നത്. സ്പിൻഡിൽ ഷേപ്ഡ് ആയിരിക്കും. സ്ട്രയേഷൻസ് കാണാൻ പറ്റില്ല. ആൻഡ് ഓൾസോ ഇറ്റ് മേക്ക് ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് പോസിബിൾ. ഇനി കാർഡിയാക് മസിലിന്റെ കേസ് നമ്മൾ പറഞ്ഞു. ഹാർട്ടിന്റെ വോളിലാണ് കാണുന്നത്. ബ്രാഞ്ചഡ് ആയിട്ടുള്ള സെൽസ് ആയിരിക്കും. ബാക്കി ഒരിടത്തും കാണാത്ത പ്രത്യേകതയാണ് ഇവിടെ നമ്മൾ കണ്ടത്. ബ്രാഞ്ചഡ് ആയിട്ടുള്ള സെൽസ് ആയിരിക്കും. ഇനി സ്ട്രയേഷൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് മേക്ക് ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് പോസിബിൾ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഈ 3 മസിൽസിനെ കുറിച്ച് എവിടെ ചോദിച്ചാലും നിങ്ങൾ പറയും അല്ലെ? ഇപ്പൊ സിമ്പിൾ ആയില്ല കാര്യം. ഇനി നമ്മൾക്കറിയാം, നമ്മൾ ഒരുപാടൊക്കെ എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ, നമ്മൾ സ്കിപ്പ് ചെയ്യാണ്, നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാണ്, അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മസിൽസ് ഭയങ്കര ക്ഷീണിച്ച പോലെ നമുക്ക് തോന്നും അല്ലെ? നമുക്ക് ഭയങ്കര ഒരു മസിൽ ക്രാംസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും അല്ലെ? എന്തുകൊണ്ടാണ് മസിൽ ക്രാംസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്? നിങ്ങൾ ബ്രീത്തിങ് ഫോർ എനർജി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ ഓൾറെഡി കണ്ടു എങ്ങനെയാണ് മസിൽ ക്രാംസ് ഉണ്ടാകുന്നുള്ളത്. നമുക്ക് ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്തെടുത്താലോ? ഒന്നും കൂടെ റിവൈൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? റെഡിയാ അല്ലെ? ഓക്കെ, അപ്പം കണ്ടിന്യൂസ് ആൻഡ് സ്ട്രെയിനസ് എക്സസൈസ് നമ്മൾ ചെയ്യുമ്പോൾ, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസിൽ ആവശ്യത്തിനുള്ള ഓക്സിജൻ അവിടെ അവൈലബിൾ ആയിരിക്കില്ല. അത്രയും നേരം നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എയറോബിക് റെസ്പിറേഷൻ ആയിരിക്കും. കാരണം നമ്മുടെ സെൽസിൽ ബ്ലഡ് വഴി നമ്മുടെ സെൽസിന് എന്താണ്, ഓക്സിജൻ കിട്ടുന്നുണ്ട് അല്ലെ? പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സെൽസിന് അവർക്ക് എടുക്കാൻ പറ്റുന്ന ഓക്സിജൻ ഒക്കെ അവർ എടുത്ത് തീർത്തു, എനർജി ആക്കി മാറ്റി. പക്ഷെ ഇനി അവർക്ക് ഓക്സിജൻ എടുക്കാൻ ഇല്ല. ഓക്കെ, സഫിഷ്യന്റ് ഓക്സിജൻ ഇസ് നോട്ട് അവൈലബിൾ ഇൻ മസിൽസ് അല്ലെങ്കിൽ ഇൻ സെൽസ്. ഓക്കെ, അപ്പം നടക്കുന്ന ഒരു റെസ്പിറേഷൻ ആണ് അനേറോബിക് റെസ്പിറേഷൻ. അപ്പം ഒന്ന് പോയ വേറൊരു വഴി നമ്മുടെ ശരീരത്തിൽ സെൽസിനുണ്ട്. ഇവനില്ലെങ്കിൽ പോട്ടെ, നമുക്ക് വേറെ മെത്തേഡ് നോക്കാം. അപ്പം എന്താന്ന് വെച്ചാൽ ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മുടെ സെൽസ് ഒക്കെ ഇരിക്കുന്നത്. സോ സഫിഷ്യന്റ് ആയിട്ടുള്ള ഓക്സിജൻ നമുക്ക് നമ്മുടെ ശരീരത്തിൽ അവൈലബിൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന റെസ്പിറേഷൻ ആണ് അനേറോബിക് റെസ്പിറേഷൻ. അതായത് ഓക്സിജന്റെ അഭാവത്തിൽ നടക്കുന്ന റെസ്പിറേഷൻ ആണ് നമ്മൾ അനേറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ അനേറോബിക് റെസ്പിറേഷൻ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഗ്ലൈക്കോളിസിസ് വഴി നമുക്ക് കിട്ടിയ പൈറൂവിക് ആസിഡ്, നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് കേട്ടോ, പൈറൂവിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈം വഴി ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറും. ഓക്കെ, സോ ലാക്റ്റിക് ആസിഡ് നമ്മുടെ മസിൽസിൽ അക്യുമുലേറ്റ് ചെയ്യും. ലാക്റ്റിക് ആസിഡ് അക്യുമുലേറ്റ്സ് ഇൻ മസിൽസ് ആൻഡ് അപ്പൊ എന്താ സംഭവിക്കുക? ഇറ്റ് ഇൻക്രീസസ് അസിഡിറ്റി. നമ്മുടെ ശരീരത്തിലുള്ള അസിഡിറ്റി കൂടും. കാരണം എന്താ? ലാക്റ്റിക് ആസിഡ് കണ്ടിന്യൂസ് ആയിട്ട് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള അസിഡിറ്റിയും വല്ലാണ്ട് അങ്ങ് കൂടും. അപ്പൊ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ആക്ട് ചെയ്യാനുള്ള എൻസൈംസിനൊക്കെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു pH-ലായിരിക്കും അവർ വർക്ക് ചെയ്യുക അല്ലെ? അപ്പൊ അവർക്ക് ഒരു ഒപ്റ്റിമം pH ഉണ്ടാവും അല്ലെ? അപ്പൊ ആ ഒപ്റ്റിമം pH-ൽ നിന്ന് അസിഡിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പം ആ എൻസൈംസിനൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? സോ ഇറ്റ് സ്ലോസ് ഡൗൺ ദി ആക്ഷൻ ഓഫ് മെനി എൻസൈംസ്. ഒരുപാടധികം എൻസൈംസിന്റെ ആക്ഷനെ, ഈ അസിഡിറ്റി കൂടുന്നതിനനുസരിച്ച് ഒരുപാടധികം എൻസൈംസിന്റെ ആക്ഷൻ അവിടെ കുറയുവാണ് ചെയ്യുന്നത്. ഇറ്റ് സ്ലോസ് ഡൗൺ ദി ആക്ഷൻ ഓഫ് മെനി എൻസൈംസ് ആൻഡ് നമ്മുടെ മസിൽസ് ഇറ്റ് ഗെറ്റ് എക്സോസ്റ്റഡ്. ഭയങ്കര ക്ഷീണിച്ചിരിക്കും നമ്മുടെ മസിൽസ് ഗെറ്റ്സ് എക്സോസ്റ്റഡ്. അതിനെയാണ് നമ്മൾ മസിൽ ഫറ്റീഗ് എന്ന് പറയുന്നത്. മസിൽ fatigue എന്ന് പറയുന്നത്. ഓക്കെ, സോ കണ്ടിന്യൂസ് ആൻഡ് സ്ട്രെയിനസ് എക്സസൈസ് റിസൾട്ട്സ് ഇൻ ലെസ് അവൈലബിലിറ്റി ഓഫ് ഓക്സിജൻ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കാര്യമാണ് അനേറോബിക് റെസ്പിറേഷൻ. ദസ് ലാക്റ്റിക് ആസിഡ് അക്യുമുലേറ്റ്സ് ആൻഡ് ഇറ്റ് ഇൻക്രീസസ് അസിഡിറ്റി. അങ്ങനെ നമ്മുടെ എൻസൈംസിന്റെ ഒക്കെ ആക്ഷൻ വല്ലാണ്ട് കുറയും ആൻഡ് ദ മസിൽ ഗെറ്റ്സ് എക്സോസ്റ്റഡ്. അതിനെയാണ് നമ്മൾ മസിൽ ഫറ്റീഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ നോക്കിയത് അല്ലെ? അതേപോലെ തന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നമ്മുടെ ബോഡിയിൽ മൂവ്മെന്റ്സ് പോസിബിൾ ആവുന്നത് ഈ മസിൽസ് മാത്രം വെച്ചിട്ടാണ് നമ്മുടെ ബോഡിയിൽ മൂവ്മെന്റ്സ് പോസിബിൾ ആവുന്നത്? മസിൽസ്, ഈ പേശികൾ മാത്രം മതി നമ്മുടെ ബോഡിയിൽ മൂവ്മെന്റ് പോസിബിൾ ആവാൻ? ആണോ?
അല്ല, നമ്മുടെ ബോഡിയിൽ മസിൽസ് മാത്രം പോരാ, അവിടെ വേറൊരു ഹീറോയും കൂടെ വരുന്നുണ്ട്, ഒരു കോ ആക്ടറും കൂടെ നമുക്ക് അവിടെ വേണം. അതാണ് ബോൺസ്. ഓക്കെ, സോ ബോൺസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ നെക്സ്റ്റ് സെഷനിൽ പഠിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം ഈ ഒരു സെഷനിൽ നമ്മൾ പഠിച്ചത്, നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ റെഗുലർ ആയിട്ടൊക്കെ നിങ്ങൾ എക്സസൈസ് ചെയ്യുക കേട്ടോ. നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂട്ടും, അപ്പൊ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ബ്ലഡ് കിട്ടും. സോ നമ്മുടെ കാർഡിയാക് മസിൽസ് ഒക്കെ ഭയങ്കര എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ റെസ്പിറേഷൻ, നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി കൂട്ടും, അല്ലെ? ഇങ്ങനെയുള്ള ഒരുപാട് ഇമ്പോർട്ടൻസസ് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ 2 ടൈപ്പ് ഓഫ് മൂവ്മെന്റിനെ കുറിച്ച് പഠിച്ചു. വോളണ്ടറി മൂവ്മെന്റ്സും പഠിച്ചു, ഇൻവോളണ്ടറി മൂവ്മെന്റ്സും പഠിച്ചു. നമ്മുടെ ഇഷ്ടാനുസരണം മാറ്റാൻ പറ്റുന്നത് വോളണ്ടറിയും, നമ്മുടെ ഇഷ്ടാനുസരണം മാറ്റാൻ പറ്റാത്തത് ഇൻവോളണ്ടറി മൂവ്മെന്റ്സും ആണ്. ഇനി 3 ടൈപ്സ് ഓഫ് മസിൽസിനെ കുറിച്ച് പഠിച്ചു. സ്കെലറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ, കാർഡിയാക് മസിൽ. അതിന് നമ്മൾ പറയണ്ടല്ലോ, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് അല്ലെ? അതൊക്കെ നിങ്ങളൊന്ന് റീവൈൻഡ് ചെയ്തെടുക്കുക. ആൻഡ് എങ്ങനെയാണ് നമ്മുടെ മസിൽസ് ക്ഷീണിച്ചു പോകുന്നതെന്ന് പറഞ്ഞാൽ, അവിടെ ഉണ്ടാവുന്ന ആസിഡ് ആണ് ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡിന്റെ പ്രസൻസ് കാരണമാണ് നമ്മുടെ ശരീരത്തിൽ ആ സെൽസിലുള്ള ആസിഡിക് നേച്ചർ കൂടും. അപ്പോൾ നമ്മുടെ എൻസൈംസും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ മസിൽ ഫറ്റീഗ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചെറിയ സെഷനിൽ നമ്മൾ പഠിച്ചത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നെക്സ്റ്റ് സെഷനിൽ പഠിക്കുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച്. Manorama Horizon, learning made simple.